അപ്പോ ശവപ്പെട്ടിക്കുള്ളിൽ സ്വർണമുണ്ടാകാൻ വഴിയുണ്ടോ? തീർച്ചയായും ഉണ്ടാകും. അതും സാധാരണ സ്വർണമല്ല. അതില് വിലപ്പെട്ട ഒരുപാട് കല്ലുകളും പതിച്ചിട്ടുണ്ടാവും. ഈ കാലഘട്ടങ്ങളിൽ പഴയതിനാണ് വില ഏറ്റവും കൂടുതൽ. ഇത് പുറത്തറിയാതെ നോക്കണോ? തീർച്ചയായും. ശരിയപ്പോ ഞാനിന്ന് വരട്ടെ. കളി എഴുന്നേക്ക്. ആ പെണ്ണിനെ കാണാനായിട്ട് പുറപ്പെടായിരിക്കും അല്ലേ? കാട്ടിനോട് ജീപ്പിന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു പക്ഷെ പോലീസ് എങ്ങാനായിരിക്കുമോ? ഞാൻ പോയി ഈ സ്ഥലം അവർ കണ്ടുപിടിച്ചോ? ജോണി, അത് കൊണ്ടുപോകണമെങ്കിലേ നമ്മൾ പെടും. നീ അതോടെ വെച്ചേ. സൂക്ഷിച്ച്. നിധിയെ കുറിച്ചെടുത്ത് വാ, നമുക്ക് മരിയോട് പറയാം. വാളെ പോവാം. മരിയെടുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അവാർഡ് കിട്ടാൻ പോകുന്നുണ്ടോ? ഇതടിച്ചു മാറ്റിയിട്ട് നമുക്ക് സെറ്റിൽ ആവാടാ. വേണ്ട, അത് ശരിയാവും തോന്നില്ല. നീ വാ. എടാ, നിനക്ക് ആ മെറിലെ കൊച്ചിനെ കല്യാണം കഴിച്ച് സെറ്റിലായി കൂടറാ. ജീവിതകാലം മുഴുവൻ ചെറുതെറുതെട്ടടിച്ചിട്ടാണ് ഉദ്ദേശം. നമ്മൾ പിച്ചക്കാരനാണെന്ന് വെച്ച് വരുന്ന പെണ്ണെങ്കിലും സന്തോഷമായിട്ട് ഇരുന്നിടാ. ഇതൊക്കെ ദൈവമാണ് നമുക്കിത് കാണിച്ചു തന്നേക്കണത്. നീ ഒരു പ്ലാൻ തയ്യാറാക്കടാ. ജോണി, ആ സ്വർണ്ണം അടിച്ചു മാറ്റല്ലോ അല്ലേ? ഇത് നമ്മുടെ നടന്നില്ല. നീ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നത് വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. കളി, 2 ദിവസം ഞാൻ ജോലിക്ക് വരില്ല. നീ എല്ലാം നോക്കണം.
ആരും അറിയാതെ MLA യുടെ വീട്ടിൽ കയറിയിട്ട് ആഭരണം വലിച്ചു മാറ്റാൻ കഴിയില്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം ലീവ് എടുത്ത് ജോലി നോക്കിയത്. മുഴുവൻ പറയാൻ സമ്മതിക്കേ. ആ MLA രാവിലെ 9 മണിക്ക് പാർട്ടി ഓഫീസിൽ പോകും. കഴിക്കാൻ വരും. ഞാനേ MLA യുടെ സ്വന്തക്കാരനാ. ഈ കല്യാണ പത്രിക കൊടുക്കാൻ വന്നതാ. എത്ര വലിയ പണക്കാരനാണെങ്കിലും വീട്ടിൽ വെച്ച് കാണാൻ സമ്മതിക്കില്ല. ഞങ്ങള് MLA യുടെ ഏരിയ വരുന്നത്. ഞങ്ങൾക്ക് MLA ഒന്ന് കാണണം. പക്ഷേ അവന്റെ കൂട്ടത്തിലുള്ള പാർട്ടിക്കാർ ആര് വന്നാലും അവർക്ക് നല്ല രീതിയിൽ വീട്ടിൽ സ്വീകരണം കൊടുക്കും. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു തുറപ്പിച്ചിട്ട്. ഇതുപയോഗിച്ച് വേണം നമുക്ക് ആഭരണം അടിച്ചു മാറ്റാനായിട്ട്. ഉറപ്പായിട്ട് റൂം പൂട്ടിയിട്ടുണ്ടാവും. താക്കോൽ ഉണ്ടാക്കണം. മരത്തടിയുടെയും ആക്സിഡന്റിൻ്റെയും ആവശ്യം വരും. മനസ്സിലായോ? വേറൊരു കാര്യം, നാളെ നീയും എൻ്റെ കൂടെ വരണം. രണ്ടുപേരും എങ്ങനെയാണ് ലീവ് എടുക്കണത്? അതെ, ഇതുവരെ കളക്ടറിൻ്റെ പണിയാണല്ലോ. കൗണ്ടവണ ഒരു പടത്തിലേ ജോലി വിട്ടു പോയ കഥേറിയില്ലേ നിനക്ക്? അങ്ങനെ എങ്ങനെ സംഭവിച്ചാലോ? ഡിക്ക് നാ കഴിഞ്ഞു. അമ്മേ, അച്ഛൻ ജോലിക്ക് പോകുന്നില്ലേ? ആ പിള്ളേർക്ക് 2 പേർക്കും പനിയാണ്, മേലെന്ന്. പണിക്ക് വന്നില്ല. അതാ നിന്റെ അച്ഛൻ. അച്ഛൻ പനിയാണെന്ന് പറഞ്ഞു. ചൂടില്ലല്ലോ. ചൂടുണ്ടാവില്ല. എന്താന്ന് വെച്ചാലേ അത് അകത്തുള്ള പനിയാ. അതാണ് ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടു പോണത്. എന്നാവാ, ഞാനും വരാം. പോകാം. ഒരാളോട് കുറച്ച് കാശ് ചോദിച്ചിരുന്നു. അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാള് കണ്ട പ്രശ്നമാണേ. ഞാൻ കൂടെ ഉണ്ടല്ലോ. നീ ഒന്ന് പേടിക്കണ്ട. പൊയ്ക്കോ മോളെ. ചോറൊന്നും കഴിക്കണ്ട. പനി വിട്ടു പോവില്ല. ഇതിൽ റൊട്ടിയും പാലും ഉണ്ട്. മെർലി, എടാ സമയായടാ. എല്ലാം വിട്ട് വിശ്വസിച്ച് എൻ്റെ കൂടെ നീ വരുമല്ലോ അല്ലേ? എന്താ അങ്ങനെ ചോദിച്ച്? നിന്നല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ സംശയമാണോ? എത്രയും പെട്ടെന്ന് നിന്റെ കൂടെ ജീവിക്കണമെന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് മഞ്ഞ് വീഴാൻ തുടങ്ങും. വേഗം പോയിട്ട് വാ. ഇതുവരെ നടത്തിയ മോഷണമല്ല എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നിന്റെ കൂടെ ജീവിക്കാനായിട്ടാ. എടാ വാ, പോവാൻ നോക്കാം. നമ്മുടെ സ്ഥലത്ത് ഇന്ന് പാർട്ടി ആൾക്കാർ വരും. അവർ വെയിറ്റ് ചെയ്യാൻ പറ. ശരി അച്ഛാ. ചേട്ടോ, എല്ലാരും കൂടി എവിടേക്കാണോ? കാണാൻ പോവാ. അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്. അവര് വരുന്നവരേക്ക് നമുക്കൊരു ചായ കുടിക്കാം. വാ, വാ, ഇവിടെ ചായ കുടിക്കാം. വാ. ചേട്ടാ, എല്ലാവർക്കും ഒരു ചായ എടുക്ക്. ശരിയണ്ണ. പാല് കൊണ്ടുവരണേ. എല്ലാവർക്കും ഒരു ചായ പെട്ടെന്ന് കൊടുത്തേ. പഴംപൊരി വേണോ? പോലെ. ചായ മാത്രം മതി. ആ, നമസ്കാരം, നമസ്കാരം. നീ എനിക്ക് 2 വട മതി. രണ്ടാമത്തെ വാർഡാ. എന്നാ ചായ പിടിക്കേ. മോൻ എന്താ MLAക്ക് വേണ്ടപ്പെട്ട ആളാണോ? എടാ ഒരു ചായ ഇങ്ങോട്ട്. ചായയൊക്കെ വാങ്ങി തരുന്നു. ചേട്ടാ, എന്താ പുറത്ത് നിൽക്കുന്നേ? എല്ലാവരും അകത്തേക്ക് വരൂ.
നൈസടാ. കാടുണ്ട്. ആ കാട്ടിലൊരു വലിയ മലയുണ്ട്. എനിക്ക് ആ കല്ല് കണ്ടിട്ടേ അതൊരു ഗ്രാനൈറ്റ് കല്ലാണ്. എന്തിനെല്ലാരും വിളിച്ചും പറയുന്നേ? എന്നാ പിന്നെ നമുക്ക് പുറത്തു പോയി സംസാരിക്കാമല്ലോ അല്ലേ? വരൂ, പുറത്തു പോയി സംസാരിക്കാം.
കാടുണ്ട്. ആ കാട്ടിൽ വലിയൊരു മലയുണ്ട്. ആ കല്ല് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഗ്രാനൈറ്റ് കല്ലാണെന്നാ. ഉറപ്പത്. ഗവൺമെന്റ് അറിയാതെ ആ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാർ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. ആ മല എടുത്തിട്ടേ ബാക്കിയുള്ളത് എനിക്ക് തന്നാ മതിന്നേ. അച്ഛൻ വന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരൂ എന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയോ? വരൂ, അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി സംസാരിക്കാം. നിങ്ങൾ വെക്കോ, എനിക്കേ ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടുണ്ട്. ഞാൻ പോയി ഇന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടാ. അതെ, എന്നാ പോയി വരൂ. ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ നമുക്ക് ടാപ്പോയിക്കും. ഇവനെന്താ പറ്റിയെന്നറിയില്ലല്ലോ. അവിടെ പെട്ടിട്ടുണ്ടാവോ ഇനി? ഇനി എത്തിയിട്ടില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടിച്ചു കൊല്ലുന്ന തോന്നണ. ഉടനെ രക്ഷപ്പെടാൻ നോക്കാം. കളി എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കിക്കോടാ. അനി വരുന്നതിനോ രക്ഷപ്പെടാൻ നോക്കിക്കോടാ. ഓ, എത്തിയല്ലേ. ഞാൻ വിചാരിച്ചു നീ എന്നെ കൊടുക്കുന്ന വിചാരിച്ചത്. എനിക്കെന്താ നിന്റെ സ്വഭാവമാണെന്ന് കരുതിയോ കൂടെ നിന്നിട്ട് കരുത്തിറക്കാൻ? എന്താടത്? എടാ, അടിച്ചു മാറ്റിയല്ലേ. ഒറ്റയ്ക്ക് ഇത് എങ്ങനെ സാധിച്ചടാ? ആദ്യം ഇതൊക്കെ കൊണ്ടുപോയി കാശാക്കണം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവാടാ. അയ്യോ.